ക്ലിനിക്കൽ ട്രയൽ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഈ ക്ലിനിക്കൽ ട്രയൽസിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പെർട്ടിക്കുലർ ഡേ ക്ലിനിക്കൽ ട്രയൽ ഡേ ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെയധികം പുരോഗതി ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, അത് പറയാതെ വയ്യ. കഴിഞ്ഞ 25 വർഷമായിട്ട് ക്ലിനിക്കൽ ട്രയൽസ് വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന നിലക്ക് പലപ്പോഴും നമുക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ, പ്രത്യേകിച്ചിട്ടും പൊതുജനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ രോഗികളും രോഗികളുടെ കൂടെ വരുന്നവരിൽ നിന്നും അതിലൊരു ഉപരി ഒരു പക്ഷേ നമ്മുടെ കൊളീഗ്സ് തന്നെ പുറത്തുള്ള ഈ ക്ലിനിക്കൽ ട്രയൽസുമായിട്ട് വേണ്ടത്ര എക്സ്പോഷർ ഇല്ലാത്ത നമ്മുടെ കൊളീഗ്സും ഒക്കെ ചോദിക്കുന്ന പല ചോദ്യങ്ങളുമുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു രോഗീനെ ഒരു പരീക്ഷണ വസ്തുവാക്കുകയാണോ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ, അതൊരു ഗിനിപ്പിക്കാവാൻ നമുക്ക് താല്പര്യം ഇല്ല എന്ന് പല രോഗികളുടെ ബന്ധുക്കളും ഒക്കെ പറയാറുണ്ട്. പക്ഷേ വാസ്തവത്തിൽ ഈ ക്ലിനിക്കൽ ട്രയലിനെ പറ്റിയിട്ട് അറിയാത്ത ആളുകളാണ് അങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഈ ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്നത് വളരെ റെഗുലേറ്റഡായിട്ട് വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു കാര്യമാണ്, ഒരു റിസർച്ചാണ് ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്നത്. അതിൽ നേരത്തെ ഒരു ആനിമൽ സ്റ്റഡീസോ അല്ലെങ്കിൽ ഒരു ലബോറട്ടറിയിൽ കണ്ടുപിടിക്കപ്പെടുന്ന ഒരു മരുന്ന് ആനിമൽ സ്റ്റഡീസൊക്കെ ചെയ്ത് അതിൻ്റെ എഫിക്കസിയെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി അത് പിന്നെ ഫേസ് 1 ഫേസ് 2 ട്രയൽസിലേക്കൂടെയൊക്കെ കടന്നുപോയതിന് ശേഷം ആണ് നമുക്ക് പലപ്പോഴും ഇത്തരം ഈ ഫേസ് 3 ക്ലിനിക്കൽ ട്രയൽ റിസർച്ച് അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രയൽസിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം, പലപ്പോഴും ഈ മരുന്ന് ഒരു പക്ഷേ 15 കൊല്ലം കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ വരുമ്പോൾ അതൊരു ആ ചികിത്സയിലൊരു പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക് ത്രൂ ആവാൻ സാധ്യതയുണ്ട് എന്ന്. എല്ലാ മരുന്നുകളും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ എന്നാലും ഒട്ടുമിക്ക മരുന്നുകളും അങ്ങനെ ഒരു സാധ്യത കാണുമ്പോഴാണ് പലപ്പോഴും നമ്മളുടെ രോഗികളിലേക്കൊക്കെ പലപ്പോഴും എത്തുന്നത്. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം അഡ്വാൻറ്റേജിനെ പറ്റി പറയാം. അതെന്താ കാര്യം വെച്ചാൽ, പലപ്പോഴും നമുക്കൊരു 5 or 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ക്ലിനിക്കൽ യൂസിന് കിട്ടുന്ന ഒരു മരുന്ന് നമുക്ക് അതിനു മുമ്പേ തന്നെ നമ്മുടെ രോഗികൾക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ പരീക്ഷണ വസ്തു ആവുമോ എന്നുള്ള ചോദ്യത്തിന് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും പരീക്ഷണങ്ങളും ഇത്രയും സേഫ്റ്റി പ്രിക്കോഷൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മരുന്ന് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ പല ലെവലിൽ അതിൻ്റെ സ്ക്രീനിങ് നടത്തി മറ്റു രാജ്യങ്ങൾ അപ്രൂവ് ചെയ്തതിന് ശേഷം, മറ്റുള്ള രാജ്യങ്ങളിൽ ഈ ക്ലിനിക്കൽ ട്രയലിന് വേണ്ടി അപ്രൂവൽ ചെയ്തതിന് ശേഷം നമ്മുടെ നാട്ടിൽ ആ ഡാറ്റയൊക്കെ നമ്മുടെ DCGI എന്ന് പറയുന്ന ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവരുടെ അപ്രൂവലും കൂടി കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഈ വക ക്ലിനിക്കൽ ട്രയൽസ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അതിനകത്ത് പങ്കുചേരാം. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും എത്തിക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് രോഗികളുടെ അവകാശങ്ങൾ എവിടെയെങ്കിലും നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കി പരിശോധിച്ചതിന് ശേഷം എല്ലാവിധ പ്രൊട്ടക്ഷനും രോഗികൾക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അവരുടെ ഒരു അവകാശം അവിടെ നിഷേധിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഭദ്രമാക്കിയതിന് ശേഷം ഈ എത്തിക്സ് കമ്മിറ്റിയുടെ അപ്രൂവലും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ക്ലിനിക്കൽ ട്രയൽസ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റിന് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വഴിമുട്ടി നിൽക്കുന്ന അനേകായിരം രോഗികൾക്ക് ഇത് വളരെയധികം ഗുണപ്രദമാണ്. ഇൻഫോംഡ് കൺസെൻറ്റ് എന്നത് ഒരു പഠനത്തിലോ ചികിത്സയിലോ പങ്കെടുക്കുന്നതിന് മുമ്പായി ഒരു വ്യക്തി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി സ്വമേധയാ കൺസെൻറ്റ് നൽകുന്നതാണ്. ക്ലിനിക്കൽ റിസർച്ച് മോഡേൺ മെഡിസിന് ഇന്ന് ഒരുപാട് അസുഖങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ശ്രേണിയാണ് ഈ ക്ലിനിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞ ഡിവിഷൻ. കുറേ കാലമായിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണത്. ഒരുപാട് ബയോളജിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളും ഒരുപാട് എഫേർട്ട് ഇട്ടാണ് ഓരോ അസുഖത്തിനും വേണ്ടിയിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്ലിനിക്കൽ റിസർച്ച് ഇല്ലെങ്കിൽ നമ്മളീ പറയുന്ന ഡോക്ടേഴ്സോ നഴ്സുമാരോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കഴിക്കുന്ന ഒരു പാരസെറ്റമോൾ ഗുളികയാവട്ടെ
പനി മാറുന്നു എന്ന് കണ്ടുപിടിക്കുന്ന റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജനിക്കുന്ന കുട്ടിക്ക് എടുക്കുന്ന വാക്സിൻ ആവട്ടെ, അല്ലെങ്കിൽ വളരെ വലിയ ചികിത്സയായിട്ടുള്ള ക്യാൻസർ രൂപത്തിലുള്ള അസുഖങ്ങളാവട്ടെ. അപ്പോൾ ഈ ക്ലിനിക്കൽ റിസർച്ചിൽ ഏറ്റവും കൂടുതൽ ഉപകാരം ലഭിച്ചൊരു ശ്രേണിയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഓൺകോളജി എന്ന് പറഞ്ഞ അസുഖം. ക്യാൻസറിനെ കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ കഴിഞ്ഞൊരു 20 കൊല്ലമായിട്ട് പ്രത്യേകിച്ച് വളരെയധികം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഭൂരിഭാഗം തുടക്കത്തിൽ കണ്ടുപിടിക്കുന്ന ക്യാൻസറുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുട്ടികളിൽ കാണുന്ന ബ്ലഡ് ക്യാൻസറായ ലുക്കീമിയ. 1980കളിലും 90കളിലും ചികിത്സ ഇല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഇപ്പോൾ 2026 100-ൽ 90 തൊട്ട് 95 കുട്ടികൾ മാറുന്നതാണ് ലുക്കീമിയ വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ചാൽ. അപ്പോൾ ഇതിൻ്റെ മരുന്നുകളും ഇതെങ്ങനെ കൊടുക്കണം എന്നുള്ള രീതികളും എത്ര ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ കൊടുക്കണമെന്നുള്ളതും ഏത് ഡോസിൽ കൊടുക്കണമെന്നുള്ളതും എന്ത് സൈഡ് ഇഫക്റ്റ് മാനേജ് ചെയ്യണം എന്നുള്ളതും ഇതൊക്കെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതേമാതിരി ഒരുപാട് അസുഖങ്ങൾ, ഇപ്പോൾ ശ്വാസകോശാർബുദമാവട്ടെ, ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദമാവട്ടെ, ടാർഗറ്റഡ് തെറാപ്പി, പേഴ്സണലൈസ്ഡ് തെറാപ്പി, പുതിയ വന്ന ഇമ്മ്യൂണോ തെറാപ്പി, ഇതെല്ലാം ക്ലിനിക്കൽ റിസർച്ചിൻ്റെ ശ്രമം കൊണ്ട് മാത്രം പൊന്തി വന്ന ശാഖകളും അതിനാൽ കണ്ടുപിടിക്കപ്പെട്ട മരുന്നുമാണ്. അപ്പോൾ ക്ലിനിക്കൽ റിസർച്ച് ഇപ്പോൾ ഇന്ത്യയിൽ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓൺകോളജിയെ സംബന്ധിച്ചിടത്തോളം ഒരു phase 1, phase 2 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ രീതിയിലാണ് ഈ റിസർച്ചുകൾ പോയിക്കൊണ്ടിരിക്കുക, ട്രയൽ എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ഇന്ത്യയിൽ ഇപ്പോഴും തുടക്കത്തിൽ കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ തുടക്കത്തിലുള്ള സ്റ്റേജുകളിലുള്ള ട്രയൽസൊക്കെ ഇപ്പോഴും വളരെ അത്രയധികം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ phase 3 അല്ലെങ്കിൽ phase 4 കുറേ ക്ലിനിക്കൽ ട്രയൽസ് ഇപ്പം നടക്കുന്നുണ്ട്. ആ ക്ലിനിക്കൽ ട്രയലൊന്നും പരീക്ഷണമല്ല, കാരണം ഇതെല്ലാം തെളിയിച്ച ചികിത്സാ രീതികളാണ്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ചൈനയിലും ഒക്കെ തെളിയിച്ച ചികിത്സാ രീതികളാണ്. അത് ഇന്ത്യൻ പേഷ്യൻറ്റിൽ കൂടി പഠനങ്ങൾ നടത്തുന്നു, അവർക്ക് പാർശ്വഫലങ്ങളൊന്നും കൂടുതലില്ലല്ലോ എന്നുള്ളത് നമ്മൾ നോക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലിനിക്കൽ റിസർച്ചിൽ പങ്കെടുക്കുന്നതിന് ഇപ്പം നിങ്ങളുടെ ഒരു ഡോക്ടർ ഒരു റിസർച്ച് അവൈലബിൾ ആണ് ആ ആശുപത്രിയിൽ എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ട്രയൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മരുന്ന് കണ്ടുപിടിക്കുന്നതിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല, ഓൺകോളജി പ്രത്യേകിച്ച്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലിനിക്കൽ ട്രയൽ മിക്കതും phase 3 അല്ലെങ്കിൽ phase 4 ക്ലിനിക്കൽ ട്രയൽസാണ്. അപ്പോൾ മികച്ച ചികിത്സാ രീതി ഇപ്പോൾ എന്താണോ പാശ്ചാത്യ ലോകത്ത് കൊടുക്കുന്നത് അത് അത്രയും പെട്ടെന്ന് നമ്മുടെ രോഗികൾക്ക് എത്താൻ ഈ ക്ലിനിക്കൽ റിസർച്ച് തീർച്ചയായിട്ടും സഹായകരം ചെയ്യുന്നുണ്ട്. റിസർച്ചാണ് ഇതിൻ്റെ ഒരു ആൻസറും. നമ്മൾ എന്തിനു വേണ്ടിയിട്ടുള്ള ക്യൂർ ഇപ്പോൾ ക്യാൻസറിനെതിരെ ക്യൂർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെയും വളരെ വലിയൊരു ആവശ്യം. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസറും ക്ലിനിക്കൽ റിസർച്ചാണ്. ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു മാന്ത്രിക രീതിയിൽ മരുന്ന് കണ്ടുപിടിക്കലും നടക്കില്ല. അപ്പോൾ ചിട്ടയായിട്ടുള്ള ക്ലിനിക്കൽ റിസർച്ച്, അപ്പോൾ ഇന്ത്യയിൽ റിസർച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇപ്പോൾ റിസർച്ചിന് വേണ്ടി കുറേ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. റിസർച്ച് മേഖലയായിട്ട് കുറേ കുട്ടികൾ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. റിസർച്ചിൻ്റെ സയൻറ്റിഫിക് പേപ്പേഴ്സൊക്കെ ഇന്ത്യയിൽ നിന്ന് കുറേ പബ്ലിക്കേഷൻസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ വരും കാലങ്ങളിൽ ഇപ്പോൾ മെഡിക്കൽ സയൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒരു ബയോളജിസ്റ്റ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ റിസർച്ചർ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തേക്കാണ്. അപ്പോൾ ഈ വേൾഡ് റിസർച്ച് ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്ന. വേൾഡ് റിസർച്ച് ഡേയിൽ എല്ലാവരും നമ്മളൊരു മടി കൂടാതെ നമ്മളൊരു പരീക്ഷണ വസ്തുവാക്കുകയല്ല ക്ലിനിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അങ്ങനെ ആണ് നമ്മളൊരു അസുഖത്തിനോ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നത്തിനോ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ക്ലിനിക്കൽ റിസർച്ച് തീർച്ചയായിട്ടും സുരക്ഷിതമാണ്. പക്ഷേ ഇതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം വായിച്ചിരിക്കണം. അതിൻ്റെ എത്തിക്സ് എല്ലാം കറക്റ്റായി ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണം. അതൊരു പ്രധാനമാണ്. കാരണം ആ എല്ലാ മാനദണ്ഡങ്ങളും എത്തിക്സൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്ലിനിക്കൽ റിസർച്ചിൽ ചേരുന്നതിനോ അതിൻ്റെ ഒപ്പം സഹകരിക്കുന്നതിനോ തീർച്ചയായിട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ക്ലിനിക്കൽ ട്രയലുകൾ രോഗികളിൽ നടത്തുന്ന പരീക്ഷണങ്ങളല്ല, കർശനമായ മാർഗരേഖകളോടുകൂടി ആണ് ക്ലിനിക്കൽ ട്രയലുകൾ രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്. രോഗികൾ ഈ ട്രയലുകളിൽ പങ്കെടുക്കുമ്പോൾ നിരന്തരമായി നിരീക്ഷണത്തിലായിരിക്കും. പുതിയ ക്യാൻസർ ചികിത്സകൾ സുരക്ഷിതമായി നൽകാനുള്ള അവസരമാണ് ക്ലിനിക്കൽ ട്രയലുകൾ ഒരുക്കുന്നത്. ഹായ്, ഞാൻ 31 വയസ്സുള്ള ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഞാൻ 4 വർഷമായി MVR ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ട്രയലിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രയലിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്കുണ്ടായിരുന്ന അസുഖം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ലങ്സിൽ ബാധിച്ചിട്ടായിരുന്നു.
അപ്പോൾ വളരെയധികം ചുമയും ശ്വാസമുട്ടും ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ട്രയൽ മെഡിസിൻ എടുത്ത് തുടങ്ങി ഒരു മാസം 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി പോയി. ഇപ്പോൾ എൻ്റെ അസുഖം 63% കുറഞ്ഞിട്ടുണ്ട്. ട്രയലിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്കും ആശങ്കകളുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ വാരിയർ സാറിൻ്റെ അടുത്തും പിന്നെ കേരളത്തിലെ തന്നെ മറ്റു ഓങ്കോളജിസ്റ്റുകളുടെ അടുത്തൊന്നും ഞാൻ 2nd, 3rd ഒപ്പീനിയൻ എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ ഈ അസുഖത്തിനുള്ള ബെസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഈ ട്രയലാണെന്ന് അവരും പറഞ്ഞു തന്നിരുന്നു. പിന്നെ കീമോതെറാപ്പിയുടെ അത്ര സൈഡ് ഇഫക്ട്സും ഇല്ല. പിന്നെ ഇവിടുത്തെ ക്ലിനിക്കൽ ട്രയൽ ടീം നമ്മുടെ ടെസ്റ്റും ഡോക്ടർ കൺസൾട്ടേഷൻ അതുപോലെ തന്നെ മരുന്ന് തരുന്നതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ കെയറിങ് ആയിട്ടുള്ള സർവീസാണ്. പിന്നെ ട്രയലിലുള്ള ആയതുകൊണ്ട് പേഴ്സണലി ഒരുപാട് ഫിനാൻഷ്യൽ ബാധ്യതകളും ഉണ്ടായില്ല. ട്രയൽ അതും കെയർ ചെയ്യുന്നുണ്ട്. ഐ പേഴ്സണലി റെക്കമെൻഡ് ജോയിനിങ് എ ക്ലിനിക്കൽ ട്രയൽ. കാരണം ഇത് നമ്മളുടെ മേലുള്ള ഒരു പരീക്ഷണമോ അങ്ങനെയൊന്നുമല്ല. ഓൾറെഡി വളരെയധികം റിഗ്രസ് ആയി ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടാണ് പിന്നെ നമുക്ക് മെഡിസിൻ കിട്ടുന്നത്. ഇറ്റ്സ് മോർ ഇഫക്റ്റീവ് ആൻഡ് ഐ എം ഗ്ലാഡ് ഐ ജോയിൻ ഫോർ ദിസ് ട്രയൽ. താങ്ക് യു. ക്ലിനിക്കൽ റിസർച്ച് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. നഴ്സുമാർ, ഡോക്ടർമാർ, ഫാർമസിസ്റ്റ്, റിസർച്ച് കോർഡിനേറ്റേഴ്സ് എല്ലാവരുടെയും സഹകരണത്തിലൂടെയാണ് ഓരോ പഠനവും വിജയമാകുന്നത്. ഈ അവസരത്തിൽ എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ഗവേഷകരെയും റിസർച്ച് കോർഡിനേറ്റേഴ്സിനെയും പേഷ്യൻസിനെയും നമുക്ക് ആദരിക്കാം. ഹാപ്പി ക്ലിനിക്കൽ റിസർച്ച് ടീം.